ജുവലിൻ്റെ ഒരു ഇതിലേ നമ്മളതായത് അടുത്ത ജനറേഷന് നമുക്ക് ഒരുപാട് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് നിങ്ങൾ ജെൻസി കിഡ്സിനെ കണ്ടിട്ടാണ്. അതായത് യു ഗൈസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. വേറെ രീതിയിൽ ജീവിക്കുന്ന വേറെ സിറ്റുവേഷൻസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ജെൻസിനെ പറ്റി ഞങ്ങൾ കുറച്ച് മില്ലനിയൽസിന് പറഞ്ഞു തരികയാണെങ്കിൽ എന്താ പറഞ്ഞുതരാ? പണ്ടത്തെ ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു ജനറേഷനാണ് ജെൻസി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ എന്ത് ഫീൽഡിലായിക്കോട്ടെ, ഇപ്പോൾ മൂവി, മ്യൂസിക്, അതുപോലെ ഫാഷൻ, എല്ലാ ഒരു ഫീൽഡിലും അത്യാവശ്യം ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉള്ള ഒരു ജനറേഷൻ. അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ പണ്ടത്തെ ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം പണ്ടെന്ന് വെച്ചാൽ ഇപ്പം എന്താ, നമ്മളിപ്പം ഒരാളെ ഒരു കാര്യം അറിയിക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കത്തയക്കും, അല്ലെങ്കിൽ ടെലഗ്രാം, അങ്ങനെയുള്ള മീഡിയംസ് ഒക്കെയാണ്. അതെ, ലാൻഡ് ഫോൺ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം അറിയിക്കണമെങ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഫോൺ. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഡേ ടു ഡേ ലൈഫിലെല്ലാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പോജർ, സോഷ്യൽ മീഡിയ എക്സ്പോജർ കാരണം ഇപ്പം ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ആൾക്കാർക്കെല്ലാം ഫോണുണ്ട്, എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് കാരണം പണ്ടത്തെ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് എന്താ ജെൻസിക്ക് കുറച്ച് നേച്ചർ എക്സ്പോജറൊക്കെ കുറവാണ്. അപ്പം കുറച്ച് എന്താ അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ കുറച്ച് സമയമെടുക്കും, കുറച്ച് ഡിഫറെൻ്റ് ആണ് അവർ. അതുകൊണ്ടാണ് ജെൻസി എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ജെൻസിനെ പറ്റി പറയുന്ന ഏതെങ്കിലും മിത്തുകൾ നിങ്ങൾക്ക് പൊളിച്ചു തരണമെന്നുണ്ടോ? ജെൻസി കിഡ്സിനെ പറ്റി ഇത് ഇങ്ങനെ അല്ല എന്ന് പറയാനാണെങ്കിൽ? അങ്ങനെ പറയാനാണെങ്കിൽ പണ്ടത്തെ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ജെൻസിക്ക് ചില സ്കിൽസ് കുറവാണ്, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ പറയുവാണെങ്കിൽ ജെൻസിക്ക് വേറെ ചില ടൈപ്പ് ഓഫ് സ്കിൽസ് ആണോ ഉള്ളത്. അപ്പം പക്ഷെ നിങ്ങൾക്കുണ്ടായിരുന്ന സ്കിൽസ് ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം അതായത് ഇപ്പൊ ഞാൻ ആസ് എ പാരന്റ് മൊത്തം പരീക്ഷണമാണ്. അതായത് ഞാൻ എൻ്റെ മോളിലാണ് പരീക്ഷിച്ച്, എൻ്റെ മോൾ എൻ്റെ ഗിനിപ്പിക്ക്, അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ആളെ പാരന്റ് ചെയ്താണ് പാരന്റിങ്ങിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത്. പക്ഷെ യുവർ പാരന്റ്സ് ലൈക്ക് അവരിത് പഠിച്ച ആളുകളാണ്. അപ്പോൾ അവർക്കത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി ത്രൂ യു. ഈ ആസ് പാരന്റ്സ് ഇവരെ അനലൈസ് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് തിങ്സ് യു ലൈക്ഡ് അബൌട്ട് ദം, അതായത് ജുവലിൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസിനെ കുറിച്ച് അവർ പറയുന്നതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസസ് ഉണ്ടാവുമല്ലോ. അതിൽ ഇഷ്ടപ്പെട്ട പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു ഫ്രം ദം? അതായത് അറ്റ്ലീസ്റ്റ് ഇൻ ഫ്യൂച്ചർ ഇഫ് യു ആർ പ്ലാനിങ് ടു ഹാവ് എ ഫാമിലി, ആസ് എ പാരന്റ് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയായിരിക്കും? ഞാൻ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പം ഞാൻ അമ്മയുടെ ടോക്ക് ഷോസിൽ ഇങ്ങനെ പോകാറുണ്ട്. എന്ന് വെച്ചാൽ അമ്മ ഒരുപാട് ചേർച്ചസിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സസ് എടുക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ കുഞ്ഞിലെ ഇങ്ങനെ നമ്മൾ ഡേ ടു ഡേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും അമ്മ എന്താണ് എന്നോട് പണ്ട് കുഞ്ഞിലെ അങ്ങനെ ബിഹേവ് ചെയ്തത്. വെച്ചാൽ അമ്മ എന്നെ പേരൻറ്റ് ചെയ്ത ഒരു രീതിയൊക്കെ ഞാൻ ആലോചിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ അമ്മയുടെ ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ അമ്മ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അമ്മ അവർക്ക് ടോക്ക് സെഷനിൽ പറയുവാണ്, അതുപോലെ നമ്മൾ കുട്ടികൾ കുഞ്ഞിലെ എന്ത് കാണിച്ചാലും നമ്മൾ ഒത്തിരി ഇപ്പം കരയുവാണ്, ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവോയ്ഡ്, നമ്മൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യാതിരിക്കുക. കുറച്ച് കഴിയുമ്പം അവർ ഇപ്പം സെറ്റ് ആയിക്കോളും. ഇഗ്നോർ. അപ്പം ഞാനിങ്ങനെ അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ പണ്ട് ഞാൻ കുഞ്ഞായിരുന്നു അപ്പോൾ ആ സെയിം തിയറാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത്. വഴക്ക് പറയാറില്ല, അതൊരു അറ്റൻഷൻ ഗിവിംഗ് ആണ്. ഞാൻ ഒരിക്കലും വഴക്ക് പറയാറ്, അടിക്കുക, അത് അത്ര ചെയ്യാറില്ല. ഐ യൂസ് ടു ഇഗ്നോർ. അനാവശ്യമായിട്ടുള്ള വാശികൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് അന്ന് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായെന്ന് അവൾക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. നൈസായിട്ട് ഒഴിവാക്കി വിട്ടതാണെന്നാണ് വിചാരിച്ചത്. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി, പക്ഷെ ഇന്ന് നല്ലതാണെന്ന് ഇന്ന് അതിന്റെ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഒന്നത് വേറെ. ഇപ്പൊ ഈ ഫോൺ തരുന്ന കാര്യം പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ അന്ന് മാം നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ മാം പറഞ്ഞു എനിക്ക് മോളുണ്ട്, ടീനേജിലാണ്, പക്ഷെ അവൾക്ക് ഫോൺ നമ്മൾ കൊടുക്കാറില്ല, സ്വന്തമായിട്ട് ഫോണില്ല, അവളുടെ കൂടെയുള്ള. അപ്പൊ ഇത് അതായത് നമ്മളൊരു സൊസൈറ്റിയിലാണ്, ഒരു സൊസൈറ്റൽ പ്രഷർ ഉണ്ടല്ലോ, കൂടെയുള്ള പിയർ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ദേ മൈറ്റ് ബി ഹാവിങ് ഫോൺസ്, അവർക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്. ഇതൊന്നും നമുക്ക് അലൗഡ് അല്ല, നമുക്കിതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമേ പറയുമ്പോൾ നോ ഇത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് കാണും. അത് എങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഒരു ഇതും ഇപ്പോഴത്തെ ഒരു ഇതും തമ്മിൽ? ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അവരത് പറയുമ്പോ ഓക്കെ ഒന്നും അല്ലായിരുന്നു, പക്ഷെ നമ്മള് വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ വഴക്കൊന്നും ഇട്ട് നോക്കിയില്ല? ഇഷ്ടം പോലെ വഴക്കിട്ടതാ, പക്ഷെ ആണല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറെ വഴക്കിട്ടു പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ഇപ്പൊ ഡു യു അണ്ടർസ്റ്റാൻഡ്?
ഇല്ലേ? ഇപ്പൊ ഏറെക്കുറെ മനസ്സിലാവുമല്ലോ. കിട്ടിയില്ല, നിന്റെ കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കിട്ടാതിരുന്നോണ്ട് നിനക്ക് ഉണ്ടായെന്ന് തോന്നുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതെ, അതായത് ഇപ്പൊ ഒരു 13 തൊട്ട് അല്ലെങ്കിൽ 12 തൊട്ട് യു ഹാഡ് ദി ഓപ്ഷൻ, പക്ഷെ അന്ന് കിട്ടിയിട്ടില്ല. സോഷ്യൽ മീഡിയയും ഫോണും കിട്ടിയിട്ടില്ല. ഇന്നിപ്പോ യു 17 അല്ലെ, 17 വയസ്സായി. അപ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ അന്ന് കിട്ടാതിരുന്നത് നന്നായി എന്ന് തോന്നിയ കുറെ ഇൻസിഡൻസ് ഉണ്ടാവാം, കുറെ കഥകൾ കേട്ടിട്ടുണ്ടാവാം ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന്. അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ തോന്നിയിട്ടുള്ള വെച്ചാൽ ഞാനിപ്പം ഒരു 4 to 5 സ്കൂൾസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഇടയ്ക്കൊരു സീനിയർ, അപ്പം അന്ന് കടന്ന കഥയാണ് ഞാനിങ്ങനെ കേട്ട് വന്ന. അപ്പം എൻ്റെ ഒരു സീനിയർ, അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എന്നിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്കപ്പ് ആയപ്പം ആ ഒരു ചേട്ടൻ ആ ഒരു റിവെഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയുടെ കുറച്ച് ന്യൂഡ് ഫോട്ടോസ് അതുപോലെ ജൂനിയേഴ്സിന് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അത് ഭയങ്കര വിഷയമായി. എന്നിട്ട് സ്കൂളിൽ നിന്ന് ഡിസ്മിസലൊക്കെ മേടിച്ച് പോകേണ്ടി വന്നു. അപ്പം അതൊക്കെ കേൾക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ശരിക്കും ഒരു 18 ഒരു 17 ആവാതെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര മെച്ചോർഡ് അല്ലല്ലോ നമ്മൾ ഇപ്പം തോന്നായിരിക്കത്തില്ലല്ലോ കുറച്ച് കഴിയുമ്പം നമ്മൾ തന്നെ പണ്ടത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ റിഗ്രറ്റ് അടിക്കുമല്ലോ. അപ്പം തോന്നും. അതാ, അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം മേ ബി അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് ഒരു ആക്സസ് കിട്ടിയിട്ടുണ്ടല്ലോ, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാ മൈൻഡിൽ വെച്ചേക്കുന്ന കാര്യങ്ങൾ? അതായത് സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കുകയാണ് ആൻഡ് ദിസ് ഇസ് വേറെ ഒരു യൂണിവേഴ്സ്. എന്താ മനസ്സിൽ വെച്ചേക്കുന്ന കാര്യങ്ങൾ? ഉണ്ടെങ്കിലും പാരന്റൽ കൺട്രോളൊക്കെ ഉണ്ട്. മറ്റേ ഗൂഗിളിലാണേലും മറ്റേ ഫാമിലി ലിങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒത്തിരി അങ്ങനെ പറ്റത്തില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഞാനും ലിമിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. എത്ര നേരമൊക്കെ ഉപയോഗിക്കും ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ? ഇപ്പം എക്സാംസ് ആയതുകൊണ്ട് ആള് തന്നെ ഡീആക്ടിവേറ്റ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാ ഡീആക്ടിവേറ്റ് ചെയ്ത് കാരണം പരീക്ഷ അത് നമ്മൾ പറയാറൊന്നുമില്ല. അതൊരു മെച്യൂരിറ്റി ആൾക്കായിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ഒരുപാട് ഇൻ്റർഫിയർ ചെയ്തില്ലെങ്കിലും ഷീ നോസ് ഹൗ ടു. കാരണം ഇതിനകത്തൊരു കമൻ്റ് ആയിക്കോട്ടെ, സൈബർ ബുള്ളിങ് ആയിക്കോട്ടെ, ഇത് ഹാൻഡിൽ ചെയ്യാനൊരു പക്വതയാണ്. അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ കൊച്ചു പ്രായത്തിൽ കൊടുക്കരുതെന്ന് പറയുന്നത്. അതായത് ഒരു കമൻറ്റ്, ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി ഒരു ഡ്രാമ, ഒരു കൊറിയൻ ബോയ് ഫ്രണ്ട് എന്തോ ഗിഫ്റ്റ് കൊച്ചു സൂയിസൈഡ് ചെയ്തു 16-ാമത്തെ വയസ്സിൽ. എന്തുകൊണ്ട്? അതിന് ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എത്തിയിട്ടില്ല. അതെത്താതെ ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരു കത്തി എടുത്ത് കൊടുക്കുന്ന പോലാണ് നമ്മളൊരു ഫോൺ കൊടുക്കുന്നത്. ആ മെച്യൂരിറ്റി എത്തിയിട്ട് കൊടുക്കുക. അതാണല്ലോ ഇപ്പം ഡെൻമാർക്ക്, ഫ്രാൻസ്, നോർവേ, ഇവരെല്ലാം ഇപ്പം UAE പോലും കുട്ടികൾ ആവശ്യമില്ലാത്ത കണ്ടൻസ് കണ്ട പേരൻസിന് 1 million ദിറംസ് ഫൈനാക്കി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് കാര്യമാണ്. നമ്മൾ റെസ്പോൺസിബിൾ പേരൻറ്റിങ് ആവണം. പക്ഷെ ഇതത്ര ഈസി അല്ലല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയില്ലേ, അതായത് ഡ്രിങ്ക് ചെയ്യാത്ത ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടുമ്പോ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി അല്ലെ നമ്മൾ കുടിക്കും. ചില ആളുകൾ കുടിക്കും, നമ്മൾ കുടിക്കുന്നില്ല, ചില ആൾക്കാർ കുടിക്കും. അതുപോലെ ഇപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്, കൂട്ടത്തിലുള്ള എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര ലെഫ്റ്റ് ഔട്ട് ആയി പോകും. ഇത് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അതായത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? അപ്പോൾ കുട്ടിക്ക് മാത്രം കുട്ടിക്ക് എന്തോ ഭയങ്കര കൺട്രോൾ വെച്ചേക്കുന്ന പോലത്തെ ഫീൽ വരുമല്ലോ. എല്ലാ കുട്ടികൾക്കും ഇല്ല കേട്ടോ. അല്ല, എന്നാലും മെജോറിറ്റി പേരൻസിന്റെ ഫോൺ അവർക്ക് യൂസ് ചെയ്യാറുള്ള ആക്സസ് ഉണ്ടല്ലോ. അവർക്ക് അവരുടെ കൂട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് 1-2 മണിക്കൂർ ചിലപ്പം അവർ പേരൻസിന്റെ മൊബൈൽ ഉപയോഗിക്കാമല്ലോ. രണ്ടുപേരുടെ ഫോൺ ആൾക്ക് ആക്സസ് ഉണ്ട്. ഒരു 16-18 വയസ്സായുള്ള ഒരാളല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി സ്വന്തമായിട്ടൊരു ഫോൺ ഉപയോഗിക്കേണ്ട നമുക്ക് നിയമപരമായിട്ടുള്ളൊരു പ്രായം ഉണ്ടല്ലോ. ചെറിയ കുട്ടികളുടെ കയ്യിലേക്ക് അത് കൊടുക്കാൻ പാടില്ല. നമ്മളൊരു ചെറിയ കുട്ടിയുടെ കയ്യിൽ കത്തി എടുത്ത് കൊടുക്കുമോ? ഇല്ല. അതുപോലെ തന്നെ 16, 15 വയസ്സ്, 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് സോഷ്യൽ മീഡിയ അങ്ങനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കണമെന്ന് അറിയില്ല. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ കുട്ടിയെ ഒറ്റയ്ക്ക് അനുവദിക്കുമോ? ഇല്ല. അപ്പം ഒരു റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുന്ന പ്രായമാവട്ടെ. അവർ ഈ അടുത്തിടയ്ക്ക് 2 ഇൻസിഡൻറ്റാണ്. ഒരു വീട്ടിലെ 3 സിസ്റ്റേഴ്സ് കൊറിയൻ ഗെയിം കണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി ചത്തു. കുട്ടികൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു ആ കുഞ്ഞുങ്ങൾ. അത് എങ്ങനെ സംഭവിച്ചു? ആ ഗെയിം പ്രോംപ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് ആ കുട്ടി പോകുന്നത്. ആ കുട്ടികൾ 3 പേരും അഡിക്ഷൻ കാരണം സ്കൂളിൽ നിന്ന് വരെ പുറത്തായി. അപ്പോൾ ഈ ഇൻസിഡൻസ് ഒക്കെ എല്ലാം ഈ 16-17 നടക്കുന്നതൊക്കെ അപ്പം പോലും അവർക്ക് മെച്യൂരിറ്റി എത്തിയിട്ടില്ലെന്നുള്ളതാണ്. നമ്മളത് പറയുമ്പോഴേ, അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ആർക്കും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ബാക്കി എന്തും ഓക്കെയാണ്, ഉപദേശിക്കാൻ വരുന്നതെന്നാണ് പറയാം. അപ്പം നമ്മൾ ഈ പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രായം എത്തണമല്ലോ. അതിന് മുന്നേ ഇതൊക്കെ ഉപദേശമായിട്ടാണ് ഫീൽ ചെയ്യുക. ഇതെങ്ങനെ എടുക്കുക നിങ്ങൾ ഈ അഡ്വൈസ്? അതായത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പറയുന്ന കാര്യമല്ല, നിങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ അഡ്വൈസസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ ഡിസ്കസ് ചെയ്യുക? അഡ്വൈസസ് പൊതുവെ ജെൻസി കുട്ടികൾക്ക് ഇഷ്ടമല്ല.
പക്ഷെ ഐ തിങ്ക് അതിനേക്കാൾ നല്ലത് ഇപ്പം നമ്മളിപ്പം പണ്ടത്തെ ജനറേഷനിലെ ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും കുട്ടികൾ ഞാൻ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതലും അഡ്വൈസസ് ആണല്ലോ കൊടുക്കാറ്. പക്ഷേ ഐ തിങ്ക് പുതിയ ജനറേഷനിൽ അവർ കുറച്ചുകൂടെ കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടാണ് മനസ്സിലാക്കുക കാര്യങ്ങൾ. അപ്പം പേരൻസ് ചെയ്യുന്നതാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പം കുട്ടിയുടെ ഫാദർ അവിടെ ഫോണിൽ യൂട്യൂബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും, അമ്മ ഫേസ്ബുക്ക് നോക്കിയിരിക്കുമായിരിക്കും. പക്ഷെ അവർ കുട്ടിയോട് പറഞ്ഞ എന്താ, ഫോൺ നോക്കരുത്, പഠിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പം അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ. കണ്ടുപഠിക്കാനുള്ള ഒരു മോഡലാവുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ട് പാരന്റ്സിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങളുടെ വീട്ടിൽ സ്ട്രിക്ട്ലി നോ പറഞ്ഞ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ടാവുമല്ലോ. വാട്ട് എക്സാക്ട്ലി വാസ് ദാറ്റ്? ഞാൻ നോക്കുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും രാവിലെ എണീറ്റ് 6 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് വർക്കൗട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഡയറ്റ് ഞാൻ ഭയങ്കരമായിട്ട് അവർ സാലഡ്സ് അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തി ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഇപ്പം എനിക്ക് ഇത് കഴിക്കണം തോന്നിയാൽ എനിക്ക് റിഗ്രറ്റ് അടിക്കും ഇവരിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട്. ഞാനിവിടുന്ന് ബർഗർ കഴിക്കുന്നു, അവരവിടുന്ന് ചിയാ സീഡ് കഴിക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു. അപ്പം ആരിലൊക്കെ ഇപ്പോൾ അച്ഛമ്മയൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടോ, നല്ല മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്തു, നല്ല ഇപ്പം കാണാൻ ഭയങ്കര ഗ്ലോ അപ്പ് ആയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ റിഗ്രറ്റ് അടിക്കും. എൻ്റെ അച്ഛനമ്മ പറ്റിയാണ് പറഞ്ഞത്, ഞാനും ആ വീട്ടിലുള്ളതാണ്, അപ്പം ഞാൻ നന്നായില്ലെങ്കിൽ എൻ്റെ അങ്ങനെ ഒരു റിഗ്രറ്റ് അടിക്കും. അതുണ്ട് ഭക്ഷണം. അതെ, ഫോണൊന്നും നിങ്ങൾ ഉപയോഗിക്കലില്ല സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇല്ല, 10 മണി 10:30 ആകുമ്പം കിടക്കും. കിടന്നേ പറ്റും. അങ്ങനെ രാവിലെ എണീക്കും. അപ്പം അതുകൊണ്ട് ഞാനും അത് ഫോളോ ചെയ്യുന്നു. വർക്കൗട്ടൊക്കെ ചെയ്യോ? ആ, സമയം കണ്ടെത്തി വർക്കൗട്ട് ചെയ്യും. ഇപ്പൊ ആക്ച്വലി ഇപ്പോഴത്തെ കുട്ടികളിൽ നമ്മൾ, അതായത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ കാണുന്നതാണ് വർക്കിംഗ് ഔട്ട്. അതായത് ഇവർ ഭയങ്കര അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ്. കാര്യം ശരിയാണ്, ജങ്കും ഇതൊക്കെ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ ഇവർക്ക് അറിയാം. ടു മച്ച് ഇൻഫർമേഷൻ ആണല്ലോ ത്രൂ സോഷ്യൽ മീഡിയ. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾ കൂടുതലാണ്. അതിൽ തന്നെ ഭയങ്കര ചെറിയ പ്രായത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളാണ്. അതായത് ഇപ്പം ഞാനൊക്കെ ജിമ്മിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അവിടെ 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ വരും. അപ്പോൾ ഈ ജിമ്മിൽ പോകാൻ ഒരു പ്രായം, അതായത് മസിൽ ട്രെയിനിങ് ചെയ്യാൻ ഒരു പ്രായം ഉണ്ടോ? ഇസ് ദറ്റ് ഓക്കെ ജിമ്മിൽ അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ പോകുന്നത്? 16 ഇയേഴ്സ് വരെ ശരിക്കും നമ്മൾ ഫിറ്റ്നസ് നോക്കിയാൽ മതി. ഫിറ്റ്നസ് നമ്മൾ ഫിറ്റ് ആയിരിക്കുക. പക്ഷെ 16 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മസിൽ ബൾക്കിംഗ് ഇല്ലേ, അങ്ങനെയുള്ള വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ നമ്മൾ 16 വയസ്സ് വരെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത്. കുട്ടികൾ ശരിക്കും ഫിറ്റ്നസ് നേടിയെടുക്കേണ്ടത് സ്പോർട്സ് ആക്ടിവിറ്റീസിലൂടെയും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൂടെയും, ക്ലൈംബിങ്, ജമ്പിങ്, റണ്ണിങ്, ഹൈക്കിങ്, മനസ്സിലായില്ലേ, സ്വിമ്മിങ്, ഇങ്ങനെയുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആക്ടിവിറ്റീസിലൂടെ. അപ്പോൾ അവർക്ക് കുറെ കൂടെ സോഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടും അല്ലേ, സോഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടും. ഓക്കെ, ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാനും സോഷ്യൽ റൂൾസ് എന്താണെന്ന് പഠിക്കും. അതോടൊപ്പം അവർക്ക് ഫിറ്റ്നസ് ഉണ്ടാകും. നേരെ മറിച്ച് 15 വയസ്സ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഓവറായിട്ട് ഈ വിഗറസ് ആയിട്ടുള്ള വർക്കൗട്ട്സ്, എസ്പെഷ്യലി ഈ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ, അതോടൊപ്പം തന്നെ പ്രോട്ടീൻ, ഒരുപാട് ഈ പറയുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിക്കും ശാസ്ത്രീയമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല. അതൊക്കെ ശരിക്കും ഒരു 16 അല്ലെങ്കിൽ 18 ഇയേഴ്സ് കഴിഞ്ഞ് ചെയ്യുന്നതാണ് എപ്പോഴും റെക്കമെൻഡഡ്. അതായത് ഇവർ പറയാറുണ്ട് അതിനെപ്പറ്റി, പിന്നെ ട്രെയിനേഴ്സ് ഉണ്ട്, അങ്ങനത്തെ മോഡൽ പിള്ളേരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ബോഡി ബിൽഡിംഗ് തീരെ ചെറിയ കുട്ടികള്. ഇത് കാണുമ്പോ നമുക്കൊരു ഫീൽ വരില്ലേ, നമുക്കും ജിമ്മിൽ പോകണം തോന്നാറില്ലേ? അത് വീട്ടിൽ പറയാറില്ലേ? വീട്ടിൽ പറയാറുണ്ട്, പക്ഷെ നമുക്കറിയാം ഇതൊന്നും ഹെൽത്തി അല്ല. അല്ല, ജിമ്മിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജിമ്മിൽ പോയി ചെയ്യുന്ന എക്സസൈസുകൾ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ട്രെയിനറിന്റെ ആവശ്യമുണ്ടല്ലോ അല്ലേ? അത് അവർക്കും ഒരു വിവരം ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യുള്ളൂ. നോട്ട് എവരിബഡി ഡസ് ദാറ്റ്. ഇതിപ്പോ നമ്മൾ കാണുന്നില്ല, ട്രെയിനേഴ്സ് തന്നെയാണല്ലോ കുട്ടികളെ കൊണ്ട് ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നതും, തന്നെ പോയി ചെയ്യില്ലല്ലോ.